ബിജു മിറാക്കിൾ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് മെയ് മാസം തീർന്ന് ജൂൺ മാസത്തിലേക്ക് അടങ്ങാൻ തുടങ്ങുന്നു. നമ്മുടെ മുന്തിരി ഇതേ കാഴ്ച കിടക്കുന്നു. ഇവിടെ കുറേ പേര് വന്നിട്ടുണ്ട്. ഇതേ കട്ട് ചെയ്ത് അപ്പം മുന്തിരി റെഡി. അപ്പോൾ ഇതിൻ്റെ മധുരം ഇത് ഒരു കാര്യമുണ്ട്, മുന്തിരി പ്രൂൺ ചെയ്യണം കേട്ടോ. മുന്തിരി പ്രൂൺ ചെയ്യുന്ന ഇതാണ്. ഇപ്പോൾ ഒരു മെയിൻ ബ്രാഞ്ചാണ് ഇത് നോക്ക്. ഇവിടുന്ന് വരുമ്പോൾ ഇലകളെല്ലാം ആദ്യം ഇതുപോലെ കട്ട് ചെയ്ത് കളയുക. ഇത് ബേസ് ബെഡ്, ഫസ്റ്റ് ബെഡ്, സെക്കൻഡ് ബെഡ് ഇവിടെ കട്ട് ചെയ്യണം. ഉണ്ടോ? ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. ഇത് ബേസ് ബെഡ്, ഫസ്റ്റ് ബെഡ്, സെക്കൻഡ് ബെഡ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോറെ കട്ട്. ഇത് കട്ട് ചെയ്തതിന് ശേഷം ഒരു സ്യൂഡോമോണസ് ഫംഗിസൈഡ് കൊടുക്കുക. പിന്നെ മൈക്രോ ന്യൂട്രിയൻ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ആ സമയത്ത് അതിന് കട്ട് ചെയ്യുന്നതിന് ഏകദേശം ഒരു മുന്തിരിങ്ങ പറിക്കുന്നതിനും ഏകദേശം ഒരു മാസം മുമ്പ് സൾഫറും 400 ഗ്രാം സൾഫർ 200 ലിറ്റർ വെള്ളത്തിൽ 2 കിലോ കുമ്മായം കൂടെ കൂട്ടി മിക്സ് ചെയ്യുക. 2 കിലോ കുമ്മായം, 400 ഗ്രാം സൾഫർ, ഇത് കുമ്മായം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം 10 ലിറ്റർ വെച്ച് ഒരു ചെടിക്ക് ഒഴിക്കുക. ചോട്ടിൽ ഒഴിച്ചു കൊടുക്കണം. അതിന് ശേഷം ഒരു മാസം കഴിഞ്ഞാണ് നമ്മൾ മുന്തിരി പറിക്കുന്നു. ബേസ് ബെഡ്, ബേസ് ബെഡ്, ഫസ്റ്റ് ബെഡ്, സെക്കൻഡ് ബെഡ് കട്ട് ചെയ്യും. ഇലകളെല്ലാം കളയും. സ്യൂഡോമോണസ് അടിക്കും. മൈക്രോ ന്യൂട്രിയൻ്റ് കൊടുക്കും. ധാരാളമായിട്ട് കായ്ക്കും. ഇവിടെ ഇങ്ങനെ കായ്ച്ചേക്കുന്ന ഓൾ സീസണാണ്. എപ്പോഴും ഞങ്ങൾ കായ്പ്പിക്കുക. ഇതിനടി പാക്കിങ് നടക്കുമ്പം ചൂട് വരാതിരിക്കാൻ വേണ്ടി ഞങ്ങളിത് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് മുന്തിരി പഴുത്തിട്ടുണ്ട്. മധുരം ഉണ്ടോയെന്ന് ഇപ്പം ഞാൻ പറയാം, പിന്നെ ഇവിടെ നിൽക്കുന്നവർ പറയും. അയ്യോ കളയല്ല, ഒന്ന് എടുത്തോ. ഇങ്ങനെ വിളി. ഒളി ഇത് സീഡുള്ളോ? സീഡ്ലെസ് ഉണ്ട് കേട്ടോ. നല്ല മധുരം, നല്ല മധുരയില്ലേ? മധുരം ഇവര് പറിച്ച് തിന്നുവാ മൊത്തം. ഒരെണ്ണം പോലും നമുക്ക് കിട്ടുന്നില്ല. നമ്മുടെ കസ്റ്റമറും വീഡിയോ കാണുന്നവരും നമുക്ക് വന്ന് നമ്മളെ കണ്ടു. ഞാനിവിടെ ഉണ്ടായിരുന്നു. അപ്പം പേരയ്ക്ക് എങ്ങനെയുണ്ട്? സൂപ്പറല്ല. ഇപ്പം നമ്മുടെ മുന്തിരി അങ്ങനെ കഴിച്ചിട്ട് പറ. ഇനി ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ സീഡില്ലാത്ത മുന്തിരി ഇച്ചിരൂടെ വില കുറച്ച് തരാൻ ഞങ്ങൾ ഈ വർഷം ശ്രമിക്കുന്നതായിരിക്കും. വില കുറച്ച് നിങ്ങളോട് പറയാം, പിന്നെ അത് ജനങ്ങളിലെത്തിക്കാം. ഒറിജിനൽ സീഡില്ലാത്തതാണ്. ഞങ്ങൾ അവിടെ പോയി നിന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. എല്ലാം DTDC കൊറിയർ വഴി അങ്ങോട്ട് എത്തുന്നതായിരിക്കും. അപ്പം ഒറ്റ കാര്യം കൂടെ ഞാൻ പറയട്ടെ, എല്ലാവരും ശ്രദ്ധിക്കുക. മിറാക്കിൾ ഫാമിൽ വരുന്നവർ രാവിലെ 9 തൊട്ട് 5 വരെ വരിക. ഞങ്ങളുടെ വീടാണത്. ഞാനൊരു കർഷകനാണ്, വെറും നേഴ്സറി കച്ചവടമല്ല. നമ്മുടെ വീട്ടിൽ പ്രാർത്ഥനയുണ്ട്, ഭക്ഷണം വയ്ക്കണം ഒക്കെ ഉണ്ട്. നിങ്ങൾ സഹകരിക്കുക. നിങ്ങൾ 5 മണിക്ക് മുമ്പായിട്ടുള്ള സമയത്ത് വരിക. നിങ്ങൾ രാവിലെ 9 മണിക്ക് ശേഷവും വരിക. പിന്നെ ഞായറാഴ്ച ഞങ്ങൾ തുറക്കുന്നതല്ല. പിന്നെ ഇതിനെപ്പറ്റി ആര് ഞങ്ങളെപ്പറ്റി മോശം കമൻറ്റ് പറഞ്ഞാലും ഇവിടെ വന്നപ്പോൾ ഇടപെട്ടില്ല എന്നൊന്നും പറയല്ലേ. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 5 മണി കഴിഞ്ഞാൽ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങൾ ഇവിടെ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളായിരിക്കും, സ്ത്രീകൾ. അപ്പം ഇതൊന്നും തുറക്കാനൊന്നും പറ്റുമല്ല. എന്നാന്ന് വെച്ചാൽ സാധനം എടുത്തു തരാം. ജോലിക്കാർ പോവും. നിങ്ങൾ സഹകരിക്കുക. അപ്പോൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വരുന്നവരോടെല്ലാം ഓക്കെ, സന്തോഷമുണ്ട്. നല്ലപോലെ നമ്മളും ഗീവ് ആൻഡ് ടേക്ക് പോളിസി. ലൊക്കേഷൻ പറയൂ. കട്ടപ്പന, വലിയ തോവാളയം. കട്ടപ്പനയിൽ നിന്നും 10 കിലോമീറ്റർ വരുന്ന ഇടുക്കി ജില്ലയിലെ ഒരു സ്ഥലമാണ് കട്ടപ്പന. കട്ടപ്പനയിൽ നിന്ന് 10 കിലോമീറ്റർ, വലിയ തോള, 5 മുക്ക്, മിറാക്കിൾ ഫാം ഹൗസ് ലൊക്കേഷൻ. അപ്പോൾ എടുക്കുക, വരിക. അപ്പം നിങ്ങൾ വരുമ്പോൾ ഇതുപോലെ മുന്തിരി കഴിച്ചുകൊണ്ടേലും ആപ്പിൾ കഴിച്ചുകൊണ്ടേലും ബിജുവോ ഞങ്ങൾ ഇവിടുത്തെ സ്റ്റാഫുകളോ പറിച്ച് തിന്നുന്നതല്ല, നിങ്ങൾക്ക് തരും. നിങ്ങളെ കൊണ്ട് അഭിപ്രായം പറയും. അപ്പോൾ ഓക്കെ, ബൈ ബൈ.